നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ആഴ്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തോടനുബന്ധിച്ച് ആ സ്ഥാപനത്തിലെ അവസാന വർഷ വിദ്യാർത്ഥികളോട് ഒരു 15 മിനിറ്റ് നേരം സംവദിക്കുകയുണ്ടായി. ആ സമയത്ത് നടന്ന ഒരു ചോദ്യോത്തര വേളയിൽ ഒരു മിടുക്കി പെൺകുട്ടി എണീറ്റ് നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണിത്. മാഡം, ഇന്ത്യയിലൊക്കെ ജോലി ചെയ്ത് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുമോ? സാധാരണ എല്ലാവരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണല്ലോ ഇത്. ഇന്ത്യയിൽ നിന്നാൽ രക്ഷപ്പെടാൻ സാധിക്കുമോ? ഞാൻ കൊടുത്ത ഉത്തരം ഇതായിരുന്നു. എൻ്റെ ഇത്രയും നാളത്തെ അധ്യാപന ജീവിതത്തിൽ തികഞ്ഞ ആത്മസംതൃപ്തിയോടെ ജീവിത വരുമാനത്തോടു കൂടി ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജോലിയുടെ ഭാഗമായി വെളിയിലുള്ള ഏത് രാജ്യങ്ങളിലും യാതൊരു ടെസ്റ്റും എഴുതാതെ, ഒരു പൈസ പോലും മുടക്കാതെ ജോലി കിട്ടാൻ എളുപ്പമുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ ആ ഒരു തീരുമാനം കുറച്ചൊന്ന് ഉറച്ചെടുക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നാലും ചെയ്യുകയും അതിൽ തന്നെ ഉറച്ച് മുന്നോട്ട് പോവുകയും ചെയ്തത്. അപ്പോൾ വേറൊരു കുട്ടി ചോദിച്ചു, മാഡം, സാലറി വൈസ് നമുക്ക് ജീവിതമാർഗത്തിന് ഏറ്റവും നല്ലൊരു ഉപാധിയാണോ ഇന്ത്യയിലുള്ള ഒരു ജോലി? തിരിച്ച് ഞാൻ പറയുകയുണ്ടായി, ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ശ്രമിച്ചാൽ സാധിക്കാത്തതായി യാതൊന്നുമില്ലല്ലോ. കേരളത്തിലും ഇന്ത്യയിലുമായി സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ കീഴിൽ എത്ര നല്ല തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഒരേ ഒരു ചിന്ത കേരളത്തിലും ഇന്ത്യക്കും വെളിയിൽ പോയാൽ മാത്രമേ നല്ല ഒരു ജോലിയും നല്ല ഒരു വരുമാനവും ഉണ്ടാകൂ എന്നത്? തീർച്ചയായും ഇന്ത്യ എന്നത് ഇതിനു മുൻപ് തന്നെ എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ ആൾക്കാരെ ഉൾക്കൊള്ളാനും ജോലി കിട്ടാനും ജീവിതമാർഗങ്ങൾ ഉണ്ടാക്കുവാനും എത്രയേറെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രാസംഗിക എണീറ്റ് നിന്ന് ഒരു ചോദ്യം ഈ കുട്ടികളോട് ചോദിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഏത് രാജ്യമാണ് വിദ്യാഭ്യാസം തന്നത്? നിങ്ങൾ ജോലി ചെയ്ത് പ്രാക്ടീസ് ചെയ്തത് ഇന്ത്യയിലെയും കേരളത്തിലെയും സാധാരണ ജനങ്ങളിൽ തന്നെയല്ലേ? നിങ്ങൾ ഉന്നത യോഗ്യത നേടിയതിന് ശേഷം ഇന്ത്യയിൽ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? എന്തിനാണ് ജോലി ചെയ്യുന്നത്? രക്ഷപ്പെടാൻ സാധ്യമാണോ എന്ന് ചോദിക്കാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? പ്രിയപ്പെട്ടവരെ, സാമൂഹ്യ പ്രതിബദ്ധതയിലേക്കാണ് നാം കടക്കുന്നത്. ഈ സമൂഹത്തിൽ നിന്ന് നന്മ ഉൾക്കൊണ്ട നാം നമ്മെ വളർത്തി വലുതാക്കിയ രാജ്യത്തിന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കുറച്ച് നാളത്തേക്കാണെങ്കിൽ പോലും കൊടുക്കേണ്ടത് ഏറെ ആവശ്യമല്ലേ? ഇന്ത്യയിലെ സാഹചര്യങ്ങളും ജോലി സാധ്യതകളും വിദ്യാഭ്യാസ സാധ്യതകളും തുറന്ന് ചിന്തിക്കാനും അതിലൊരു തീരുമാനം എടുക്കാനും മാതൃരാജ്യത്തിന് വേണ്ടി അല്പമെങ്കിലും ജോലി ചെയ്യാനും ആ ഒരു സർവീസ് കൊടുക്കാനും പ്രചോദകമാകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവേത് നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമെന്ന വിശ്വാസത്തോടെ നന്ദി.